കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയിൽ GCDA പോലീസിന് വിശദീകരണം കൊടുത്തു. മനഃപൂർവ്വമായ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വിശദീകരണം. അശ്വിൻ പാലാഴി മറ്റു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, യഥാർത്ഥത്തിൽ GCDA ഒരു പിഴവും പറ്റിയതായി പറയുന്നില്ല. തീർച്ചയായും ഈ സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് ഇതിലൊരു വിശദീകരണം തേടിയിരുന്നു. GCDAയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊരു കത്തും നൽകിയിരുന്നു. ആ കത്തിനുള്ള മറുപടിയായാണ് ഇപ്പോൾ GCDA വിശദീകരണം നൽകിയിരിക്കുന്നത്. മനഃപൂർവ്വമായ ഒരു തെറ്റും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ചില വീഴ്ചകൾ സംഭവിച്ചതായി GCDA സമ്മതിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൃദംഗാവിഷന് നൽകിയ കരാർ, ആ കരാറിലെ ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അത് പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയടക്കം പിന്നീട് ഉണ്ടായതും അവിടെ ഒരു അപകടത്തിലേക്ക് നയിച്ചതുമൊക്കെ അതിൻ്റെ ബാക്കിപത്രമായാണ് എന്ന് GCDA സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുകയും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തതായും പോലീസിന് നൽകുന്ന മറുപടിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും GCDA വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണവുമൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാകുന്ന ഒരു മറുപടി കൂടിയാണ് GCDA ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസിൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ്. SKN ഇന്നലെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു. അത് ഇന്ന് രാവിലെ മകൻ കാണാൻ കയറിയപ്പോഴും ആരോഗ്യാവസ്ഥ അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇൻഫെക്ഷൻ കൂടുതലാവാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഏറ്റവും അടുത്ത മക്കളല്ലാതെ മറ്റാരെയും സന്ദർശകരായി ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ചയോടുകൂടി ICUവിൽ നിന്ന് മാറ്റി മുറിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. SKN